സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് സ്പീച്ച് ആണ് പ്രൊനൗൺസ്. ഓക്കെ, പാർട്ട് ഓഫ് സ്പീച്ചിൽ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട് ഓഫ് സ്പീച്ച് ആണ് ഈ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. പ്രൊനൗൺസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ബട്ട് നമുക്കിത് ഒന്നും കൂടെ, അതായത് നമ്മൾ എന്താ പറയാ, ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പീരീഡിൽ നമ്മൾ നോക്കിയത് ഒരു പക്ഷേ ചിലവർക്ക് ഓർമ്മയുണ്ടാവാം, ചിലവർക്ക് അത് അത്ര ഓർമ്മ നിൽക്കില്ല. കാരണം എന്താണ്, ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ നമുക്ക് കാര്യങ്ങൾ നിൽക്കും, ബട്ട് നമ്മളത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മളത് ലിസൺ ചെയ്ത് കണ്ടുകൊണ്ട് നോട്ടായിട്ട് എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും. മറ്റേത് നമ്മൾ ജസ്റ്റ് ഒന്നൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, ജസ്റ്റ് ഒരു ബുക്ക് റീഡ് ചെയ്തു, അത് നമുക്കൊരു ഇമ്മീഡിയറ്റ് മെമ്മറി മാത്രമായിരിക്കും. അതായത് നമ്മൾ കുറച്ച് 2-3 ദിവസത്തേക്ക് ഓർമ്മ നിൽക്കും, അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ മറക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എന്നെ കാണുകയാണ്, ഞാൻ പറയുന്നത് കേൾക്കുകയാണ്, സ്ക്രീനിൽ പ്രസന്റ് ചെയ്തത് നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുകയാണ്. ഇത്രയും നിങ്ങൾ ചെയ്ത്, അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ എന്താണ്, സീയിങ്, അതായത് നിങ്ങൾ സീയിങ്, അതുപോലെ ലിസണിങ്, റൈറ്റിംഗ്, ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, റീഡിങ്ങും കൂടെ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഇത് നിങ്ങൾക്ക് 100% നിങ്ങളുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആകും. ഇങ്ങനെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനും എല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു രീതി ഇതാണ്. നമ്മൾ വെറുതെ ക്ലാസ് വെറുതെ അറ്റൻഡ് ചെയ്തു, നോട്ട്സ് ഒന്നും എടുത്തില്ല, നോട്ടൊന്നും എടുക്കാണ്ട് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കും, നമുക്കത് 2-3 ദിവസത്തേക്ക് ആ കാര്യങ്ങൾ സബ്ജക്റ്റ് മനസ്സിൽ ഓർമ്മയുണ്ടാവും. അതുപോലെ നമ്മൾ വെറുതെ ഒരു ബുക്ക് റീഡ് ചെയ്തു, ഒരു സ്റ്റോറി ബുക്കോ എന്തോ, ഞാൻ റീഡ് ചെയ്തത് ഒരു 1 വീക്ക് അല്ലെങ്കിൽ ചിലവരുടെ മെമ്മറിക്ക് അനുസരിച്ച് ഒരു 10 days വരെ ഓർമ്മ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്ലോലി നമ്മുടെ ബ്രെയിനിൽ നിന്ന് അത് എന്താവാൻ തുടങ്ങും, ഷെയ്ഡ് ഔട്ട് ആവാൻ തുടങ്ങും, വാനിഷ് ആവാൻ തുടങ്ങും. പക്ഷെ നമ്മൾ നോട്ടായിട്ട് എഴുതിയെടുത്ത് നമ്മളത് വീട്ടിൽ പോയിട്ട് സമയം കിട്ടുമ്പോൾ വായിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ മെമ്മറിയിൽ നിന്ന് അത് പോവില്ല. അതവിടെ സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ നെയിൽഡ് ആയിട്ട് കിടക്കും. നമ്മൾ ആണിയടിച്ച് ഇതാക്കുന്ന പോലെ അതവിടെ കിടക്കും. സോ ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നോട്ട്സ് എടുത്തോളൂ. നോട്ട്സ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എഴുതുന്ന സമയം തന്നെ പകുതി നിങ്ങൾക്ക് രജിസ്റ്റർ ആവും മൈൻഡിൽ. ഓക്കെ, സോ പ്രൊനൗൺസിൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് പ്രൊനൗൺ എന്ന് നോക്കാം. സോ പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നൗണിന് പകരം ഉപയോഗിക്കുന്ന ചെറിയ വേർഡിനെയാണ് നമ്മൾ പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു പേര്, ഫോർ എക്സാമ്പിൾ പൂർണി എന്നൊരു നെയിം, ഒരു കുട്ടീൻ്റെ ഒരു കാര്യം ഞാൻ പറയാണ്. ഓക്കെ, പൂർണി എന്നത് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പേരാണെന്ന് വിചാരിക്കാം. ഞാൻ പറയാണ്, പൂർണി ഇസ് മൈ ഫ്രണ്ട്, പൂർണി ഈസ് സ്റ്റേയിങ് നിയർ മൈ ഹൗസ്, പൂർണി സ്റ്റഡീസ് ഇൻ മൈ സ്കൂൾ, പൂർണി ഈസ് എ ഗുഡ് ഗേൾ. 4 കാര്യങ്ങളാണ് ഞാൻ പൂർണി എന്ന കുട്ടീനെ കുറിച്ച് പറഞ്ഞത്. ബട്ട് ഓരോ സെന്റൻസിലും ഐ എം റിപ്പീറ്റിംഗ് ദ നൗൺ പൂർണി. പൂർണി ഈസ് എ നൗൺ. ഓക്കെ, ഇതൊരു പ്രോപ്പർ നൗൺ ആണ്. സോ എല്ലാ സെന്റൻസിലും ഞാൻ ആ പൂർണി എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ റീഡ് ചെയ്യുന്നവർക്കും അതുപോലെ ലിസൺ ചെയ്യുന്നവർക്കും എല്ലാം അത് ബോറിംഗ് ആയിരിക്കും അല്ലേ. അതെന്താണ് വീണ്ടും വീണ്ടും സെയിം നെയിം പറയുന്നത്. സോ നമ്മൾ അതിന് പകരം സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഒരു പ്രാവശ്യം മാത്രം നമ്മൾ നൗൺ യൂസ് ചെയ്തിട്ട് പിന്നീട് എല്ലാത്തിലും നമ്മൾ പ്രൊനൗൺ യൂസ് ചെയ്യാം. അപ്പൊ പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ ആരാണ്, നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന, നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളെയാണ് പ്രൊനൗൺസ് എന്ന് പറയാം. ഓക്കെ, സോ പ്രൊനൗൺസ് ആർ വേർഡ്സ് ദാറ്റ് റീപ്ലേസ് ദ നൗൺസ് ഇൻ എ സെന്റൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഉണ്ട്, നിങ്ങളത് എല്ലാവരും റീഡ് ചെയ്യണം. ഓക്കെ, Rabindranath Tagore was a great admirer of Mohandas Karamchand Gandhi. The love and admiration between them was mutual. Tagore called him Mahatma. He used to address Tagore as Gurudev. They had a cordial relationship between each other. Okay, so ഇവിടെ നമുക്ക് ടാഗോറിനെ കുറിച്ചും ഗാന്ധിജിനെ കുറിച്ചുമുള്ള ഒരു ചെറിയ പാരഗ്രാഫാണ്. ഇവിടെ ടാഗോർ ഗാന്ധിജിയുടെ ഒരു വലിയൊരു ആരാധകനായിരുന്നു. അഡ്മിറർ എന്ന് വെച്ചാൽ ആരാധകനായിരുന്നു. ഓക്കെ, ദ ലവ് ആൻഡ് അഡ്മിറേഷൻ ബിറ്റ്വീൻ ദം വാസ് മ്യൂച്വൽ. അപ്പൊ ഇവർ പരസ്പരം സ്നേഹിച്ചിരുന്നു, പരസ്പരം ഇവര് ബഹുമാനിച്ചുമിരുന്നു. ഇവർ രണ്ടുപേരും മഹത് വ്യക്തികളാണെന്ന് നമുക്കറിയാം. ഇവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിരുന്നു, പരസ്പരം ആരാധിച്ചിരുന്നു, പരസ്പരം അപ്രിഷിയേറ്റ് ചെയ്തിരുന്നു. ബിക്കോസ് ഗാന്ധിജി ഒരു സോഷ്യൽ റിഫോമർ ആണ്, റൈറ്റർ ആണ്, പൊളിറ്റീഷ്യൻ ആണ് അല്ലേ. ബട്ട് ടാഗോറും ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, റൈറ്റർ ആയിരുന്നു. നമ്മുടെ നാഷണൽ ആന്തം എഴുതിയത് ടാഗോറാണ് അല്ലേ. ജനഗണമന എഴുതിയത്
രവീന്ദ്രനാഥ് ടാഗോർ ആണ്. സോ ഇവർ രണ്ടുപേരും പരസ്പരം മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ പരസ്പരം. ഓക്കെ, അപ്പൊ പരസ്പരം ഇവർ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. ദ ലവ് ആൻഡ് അഡ്മിറേഷൻ. യെസ് പുത്തൂർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. So the love and admiration between them was mutual. Tagore called him Mahatma. ഇപ്പൊ ഹിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ ഗാന്ധിജിനെയാണ്. ഓക്കെ, ടാഗോർ കോൾഡ് ഹിം മഹാത്മ. ഹി യൂസ് ടു അഡ്രസ് ടാഗോർ ആസ് ഗുരുദേവ്. ഗാന്ധിജി ആണെങ്കിലോ ടാഗോറിനെ ഗുരുദേവ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ദേ ഹാഡ് എ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈച്ച് അതർ. അവർ രണ്ടുപേർക്കും ഇടയിൽ നല്ലൊരു സൗഹൃദമായിരുന്നു, നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള കോർഡിയൽ ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു, സ്മൂത്ത് ബന്ധമായിരുന്നു. ഓക്കെ, സോ ഈ പാരഗ്രാഫിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ സെന്റൻസിൽ മാത്രമാണ് നൗൺസ് യൂസ് ചെയ്യുന്നത്. 2 പ്രോപ്പർ നൗൺസ് ഉണ്ട് ഫസ്റ്റ് സെന്റൻസിൽ. ആരൊക്കെയാണ് അവര്? ടാഗോറും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ നമ്മുടെ മഹാത്മാഗാന്ധി. പിന്നീട് പറയുന്ന സെന്റൻസസിൽ ഒന്നും തന്നെ അവരുടെ നെയിം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ട്, പക്ഷെ വളരെ റെയർ ആയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ദ ലവ് ആൻഡ് അഡ്മിറേഷൻ ബിറ്റ്വീൻ ദെം വാസ് മ്യൂച്വൽ. ദെം എന്ന് പറഞ്ഞാൽ ഇവര് ഗാന്ധിജിയും ടാഗോറും തമ്മിൽ, അവർക്കിടയിൽ, അവർ രണ്ടുപേരും തമ്മിൽ. അപ്പോൾ ദ ലവ് ആൻഡ് അഡ്മിറേഷൻ ബിറ്റ്വീൻ രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് ഗാന്ധി എന്ന് വീണ്ടും എഴുതിയാൽ അതവിടെ ബോറായിരിക്കില്ലേ? ഓൾറെഡി ഫസ്റ്റ് സെന്റൻസിൽ പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെയും 2 പേര് പറയുന്നത് നമുക്ക് വളരെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് എന്താവും, ഒരു കണ്ടംപ്റ്റ്ഫുൾ ആയിരിക്കും. വളരെ എന്താ പറയുക, ഒരു റീഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ ദെം എന്ന് പറയുന്ന പ്രൊണൗൺ യൂസ് ചെയ്തത്. ടാഗോർ കോൾഡ് ഹിം മഹാത്മ. ഇവിടെ ഹിം അദ്ദേഹത്തെ, അദ്ദേഹം എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ്? ഗാന്ധിജിനെയാണ്. ടാഗോർ അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. ഹി യൂസ്ഡ് ടു അഡ്രസ് ടാഗോർ ആസ് ഗുരുദേവ്. ഇവിടെ ഹി എന്ന് ഉദ്ദേശിക്കുന്നത് ഗാന്ധിജി. ഗാന്ധിജി അദ്ദേഹത്തെ, ടാഗോറിനെ ഗുരുദേവ് എന്നും തിരിച്ചു വിളിച്ചു. അപ്പൊ മഹാത്മാ, ഗുരുദേവ്, അങ്ങനെ 2 പേരുകൾ അവർക്ക് 2 പേര് പരസ്പരം ഇട്ട് കൊടുത്തു. ദേ ഹാഡ് എ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈച്ച് അതർ. ഇപ്പൊ ദേ എന്ന് പറയുമ്പോൾ അവർ 2 പേർക്കും ഇടയിൽ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു. ഓക്കെ, പരസ്പരം നല്ല സൗഹൃദത്തിലായിരുന്നു ഇവർ. ഇവിടെ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സെന്റൻസിൽ മാത്രമാണ് നമ്മൾ നൗൺസ് യൂസ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന സെന്റൻസസിലൊക്കെ നമ്മൾ പ്രൊണൗൺസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് നമുക്ക് മനസ്സിലാക്കാം. വാട്ട് ആർ പ്രൊണൗൺസ്? The part of speech that replaces a noun is called a pronoun. The words replacing the nouns in the previous passage are called pronouns. നമ്മൾ നേരത്തെ പാസേജിൽ ഇപ്പൊ കണ്ടതിൽ them, him, he, ഈ 3 വാക്കുകളും നമ്മൾ ഇപ്പൊ വായിച്ച ഈ പാസേജിൽ കണ്ടു. അതിൽ ഈ 3 വേർഡ്സും പ്രൊണൗൺസ് ആണ്. ഓക്കെ, അപ്പൊ പ്രൊണൗൺ എന്താണ്? ഫസ്റ്റ് ഡെഫിനേഷൻ ആണ്, നോട്ട് ചെയ്യുക. The part of speech that replaces a noun is called a pronoun. പുത്തൂർ സ്റ്റുഡൻസ് ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് പറയാം, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊണൗൺ ആണ്. ഓക്കെ, നൗണ് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിലെ നൗൺസ് കംപ്ലീറ്റ് ചെയ്തല്ലോ. അപ്പൊ ഇന്ന് പ്രൊണൗൺസ് തുടങ്ങുകയാണ്. അതിൽ ആദ്യം തന്നെ വാട്ട് ആർ പ്രൊണൗൺസ് എന്ന് എഴുതിയെടുക്കുക. അതിന്റെ ഉത്തരം ഫസ്റ്റ് ലൈൻ ആണ് കേട്ടോ. ആദ്യത്തെ ആ സെന്റൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കും. നമ്മൾ നൗൺസിന് പകരമാണോ പ്രൊണൗൺസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഏത് നൗണിന് പകരമാണോ പ്രൊണൗൺ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പൊ 2 നൗൺസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ടാഗോറും ഗാന്ധിയും 2 നൗൺസ് ആണ്. അപ്പൊ 2 നൗണിന് പകരവും നമ്മൾ 2 പ്രൊണൗൺസ് യൂസ് ചെയ്തു. അപ്പോൾ ഈ നമ്മൾ ഏത് നൗണിനെയാണോ മാറ്റി നിർത്തുന്നത്, ആ പറയുന്ന നൗണിനെ നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയും. എന്താണ് ആന്റിസിഡന്റ്? ദ നൗൺ ദാറ്റ് എ പ്രൊണൗൺ റീപ്ലേസസ് ഈസ് കോൾഡ് ആൻ ആന്റിസിഡന്റ്. ഏതൊരു നൗണിനെയാണോ പ്രൊണൗൺ വന്ന് മാറ്റി നിർത്തുന്നത്, ആ നൗണിനെ നമ്മൾ ആന്റിസിഡന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഇവിടെ രവീന്ദ്രനാഥ് ടാഗോർ ഒരു ആന്റിസിഡന്റ് ആണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരു ആന്റിസിഡന്റ് ആണ്. 2 ആന്റിസിഡൻസ് ഉണ്ട്. ബിക്കോസ് ഇവരായിരുന്നല്ലോ ഇവിടുത്തെ നൗൺസ്, പ്രോപ്പർ നൗൺസ് ഇവരാണ്. ഇവരെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്. ഇവർക്ക് പകരം നമ്മൾ ഹി, ഹിം, ദം, ഹിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ സെന്റൻസസിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഇത്രയും എഴുതിയെടുക്കുക.
ഓക്കെ, സോ ഡെഫിനേഷൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊണൗൺസ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊണൗൺസ് എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ് ഇവർ. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, ഹിസ്, ഹെർ, ഹിം, അവർ, us, their, this, that, these, those, etc. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു ഓർഡറിൽ പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഐ, യു, ദേ കഴിഞ്ഞിട്ട് വി പഠിച്ചോളൂ. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കതൊരു നമുക്ക് മലയാളത്തിലൊരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അയ്യോ, അയ്യോ എന്നത് മനസ്സിൽ കാണുക. അയ്യോ ദേവി, അയ്യോ ദേവീനെ നമ്മൾ ദേവീനെ വിളിക്കുകയാണെന്ന് വിചാരിക്കൂ. ഇത് നമ്മൾ സ്കൂൾസിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ഓക്കെ, അയ്യോ ദേവി എന്ന് നമ്മൾ ദേവീനെ വിളിക്കുകയാണ്. എന്തോ ഒരു പ്രശ്നം വന്നു, ദേവീനെ വിളിക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പൊ അയ്യോ ദേവി ഹി ഷീ ഇറ്റ്. ഐ യു, അപ്പൊ അയ്യോ അല്ല, ശരിക്കും അത് ഐ യു ആണ്. ഐ യു ദേവി ഹി ഷീ ഇറ്റ്. ഹി ഷീ ഇറ്റ് മാത്രം ഓർത്ത് വെച്ചാൽ പോരെ. മറ്റേത് അയ്യോ ദേവി എന്നുള്ളത് നമ്മൾ പ്രാർത്ഥനയായിട്ട് വിചാരിക്കാം. അയ്യോ ദേവി ഹി ഷീ ഇറ്റ്. ഓക്കെ, നോട്ട് ചെയ്യാം. മെയിൻ ആയിട്ട് നമ്മൾ ആ ഫസ്റ്റ് 7 പ്രൊണൗൺസ് ആയിരിക്കും ഇന്ന് പഠിക്കുന്നത്. ഐ, യു, ദേവി, ഹി, ഷീ, ഇറ്റ് ആണ് പഠിക്കുക. ഓക്കെ, ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഈ 7 പ്രൊണൗൺസ്, അതായത് അയ്യോ ദേവി ഹി ഷീ ഇറ്റ് അഥവാ ഐ, യു, ദേവി, ഹി, ഷീ, ഇറ്റ് ഇവരായിരിക്കും നമ്മൾ ഫസ്റ്റ് നോക്കുക. അപ്പൊ ഇതിൽ ഓരോരുത്തരുടെയും മീനിങ്സ് ഒന്ന് പറയാം. അതായത് ഇതിൽ ഓരോന്നിന്റെയും അർത്ഥം നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത്. അറിയാത്തവർ എഴുതി വെക്കുക. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഐ മീൻസ് ഞാൻ. യു എന്ന് പറഞ്ഞാൽ നീ അഥവാ നിങ്ങൾ. മലയാളത്തിൽ നമുക്ക് സമപ്രായത്തിലുള്ളവരെ, സെയിം ഏജിലുള്ളവരെ നമുക്ക് നീ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിൽ യങ്ങർ ആയവരെ നമുക്ക് നീ എന്ന് വിളിക്കാം. ബട്ട് നമ്മുടെ കാട്ടിൽ എൽഡേഴ്സ് ആയവരെ, അതായത് നമ്മുടെ ടീച്ചേഴ്സിനെ അതുപോലെ പേരൻസിനെ ഒക്കെ നമുക്ക് നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കാൻ പറ്റുമോ? നീ ഇന്ന് എൻ്റെ കൂടെ വരുമോ, അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കാൻ പറ്റില്ല. നീ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് നമുക്ക് നമ്മുടെ ടീച്ചറിനോട് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ, അല്ലെങ്കിൽ അമ്മേനോട് അച്ഛനോടൊക്കെ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പൊ നിങ്ങൾ, നീ എന്നൊക്കെ നമുക്ക് നമ്മുടെ മലയാളത്തില് മാതൃഭാഷയിൽ നമുക്ക് അങ്ങനെ റെസ്പെക്ട് കൊടുക്കാം. പക്ഷെ ഇംഗ്ലീഷില്, നമ്മുടെ ഫോറിൻ ലാംഗ്വേജിൽ റെസ്പെക്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ പ്രായത്തിൽ മൂത്ത ആളാണെങ്കിലും സെയിം ഏജിലുള്ളവരാണെങ്കിലും നമ്മൾ യു എന്ന് തന്നെയാണ് വിളിക്കുക. എത്ര വലിയ ആളാണെങ്കിലും, പ്രസിഡന്റ് ആണെങ്കിൽ പോലും നമ്മൾ താങ്കൾ എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വിളിക്കാം. താങ്കൾ, നിങ്ങൾ എന്നൊക്കെ. ബട്ട് ഇംഗ്ലീഷിൽ നോ റെസ്പെക്ട്. എല്ലാവരും ഒരേപോലെ യു. നീ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ യു തന്നെ. അടുത്തത് ദേ, അവർ. ദേ എന്താണ്? അവർ. ഒരു കാര്യം ചെയ്യാം, ഈ ഇംഗ്ലീഷ് വേർഡ്സ് ഒരു സൈഡിൽ എഴുതുക, ലെഫ്റ്റിൽ എഴുതുക. മലയാളം മീനിങ് റൈറ്റിൽ എഴുതുക. ഒരു ചെറിയ ഹൈഫ് ഡാഷ് ഇട്ടിട്ട് എഴുതുക. ഐ ഞാൻ, യു നീ അഥവാ നിങ്ങൾ, ദേ എന്ന് പറഞ്ഞാൽ അവർ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. വി എന്താണ്? ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. വി ആർ ഫ്രണ്ട്സ്. എന്താണ്? നമ്മൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. വി വിൽ ഡു ഇറ്റ്. നമ്മളത് ചെയ്യും അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും. ഓക്കെ. പിന്നെ ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത്. അവൻ അവൾ അത്.
ഇട്ട് എന്ന് പറയുമ്പോൾ അത്. ഓക്കെ, പിന്നെ ഹിസ്. ഹിസ് എന്ന് വെച്ചാൽ എന്താണ്? അവന്റെ, അവന്റെ. ഹെർ, അവളുടെ, അവളുടെ അല്ലെങ്കിൽ അവളുടെ. ഹിം, ഹിം എന്ന് വെച്ചാൽ എന്താണ്? അവനോട്, അവനോട്. ഐ ആസ്ഡ് ഹിം, ഞാൻ അവനോട് ചോദിച്ചു. ഐ ആസ്ഡ് ഹിം. ഓക്കെ, അപ്പൊ ഹിം എന്ന് പറഞ്ഞാൽ അവനോട്, ഹിസ് എന്ന് പറഞ്ഞാൽ അവന്റെ. അപ്പൊ അവളോട് എന്ന് പറയാൻ എന്താ പറയാ? അവനോട് എന്ന് പറയുമ്പോ ഹിം, അവളോട് എന്ന് പറയുമ്പോ എന്താ പറയാ? ഞാൻ അവളോട് ചോദിച്ചു. ഐ ആസ്ഡ് ഹെർ. അവിടെ ഹെർ തന്നെയാണ് വീണ്ടും വരിക. അപ്പൊ ഹെറിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് അവളുടെ, മറ്റൊന്ന് അവളോട്. അവളോട് ഞാൻ സംസാരിച്ചു. ഐ സ്പോക്ക് ടു ഹെർ. ഓക്കെ, പിന്നെ വരുന്നത് അവർ, ഞങ്ങളുടെ, ഞങ്ങളുടെ. അസ്, അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട്, ഞങ്ങളോട് ചോദിച്ചില്ല. യു ഡിഡ് നോട്ട് ആസ്ക് അസ്, നീ ഞങ്ങളോട് ചോദിച്ചില്ല. യു ഡിഡ് നോട്ട് ഇൻഫോം അസ്, നീ ഞങ്ങളെ അറിയിച്ചില്ല. ഞങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചില്ല. അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ, അല്ല സോറി, അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ, ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളോട്, അങ്ങനെ. അവർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ, ഞങ്ങളുടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഞങ്ങളുടെ. ദിസ് ഈസ് അവർ ഹൗസ്, ഇത് ഞങ്ങളുടെ വീടാണ്. അപ്പൊ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അവറും, അസ് എന്ന് പറയുന്നത് ഞങ്ങളോട്. ഓക്കെ, അടുത്തത് ദയർ. ദയർ എന്ന് പറഞ്ഞാൽ അവരുടെ, അവരുടെ. ഇത് അവരുടെ കാറാണ്. ദിസ് ഈസ് ദെയർ കാർ, ദിസ് ഈസ് ദെയർ കാർ, ദിസ് ഈസ് ദെയർ ഹൗസ്. ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെ. ഓക്കെ, ഇനി വരുന്ന ലാസ്റ്റ് ഈസിയാണ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇത് വളരെ സിമ്പിൾ. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. ദിസ് ഇസ് മൈ പെൻ, ദിസ് ഇസ് മൈ പെൻ, അല്ലെങ്കിൽ ദിസ് ഇസ് മൈ ഫോൺ. ഇതിപ്പോ എന്റെ ഫോൺ, ഇത് എന്റെ ഫോണാണ്. ദിസ് ഇസ് മൈ ഫോൺ. ഓക്കെ, അതുപോലെ ഓക്കെ, ദിസ് ഇസ് മൈ ക്ലോത്ത്, ഇത് എന്റെ ടവലാണ്. ദിസ് ഇസ് മൈ ടവൽ. അങ്ങനെ നമുക്ക് എക്സാമ്പിൾ പറയാം. ദിസ്, ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. ദൂരെ ഉള്ളതിനെ നമ്മൾ ദാറ്റ് എന്ന് പറയും, അടുത്തുള്ളതിന് ദിസ് എന്ന് പറയും. ദിസ്, ദാറ്റ്, ഇത്, അത്. ദീസ് എന്ന് പറഞ്ഞാലോ ഇതെല്ലാം. അടുത്ത് തന്നെ ഉണ്ട്, പക്ഷെ കുറെ സാധനം ഉണ്ട്. ദീസ്, ഇതെല്ലാം. അപ്പൊ ദോസ് എന്തായിരിക്കും? ദൂരെയുള്ള കുറെ സാധനങ്ങൾ, അതെല്ലാം. ഇത്, അത്, ഇതെല്ലാം, അതെല്ലാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് ആണ്. നമ്മൾ കാര്യമായിട്ട് നമ്മളിപ്പോ പ്രൊനൗൺസിന്റെ പല ടൈപ്പുകൾ നോക്കുകയാണ്. നമ്മളിപ്പോ എഴുതിയ ഈ പേരുകളൊക്കെ എന്ന് പറയുന്നത് പല ടൈപ്പുകളിൽ പെടുന്നവരാണ്. ഇതിൽ ഐ, യു, ദേവി, ഹി, ഷീ, ഇറ്റ് ഒരു ടൈപ്പിൽ പെടും. ഹിസ്, ഹെർ, ഹിം, അവർ, അസ്, ദെയർ ഒക്കെ ഒരു ടൈപ്പിൽ പെടും. ദിസ്, ദാറ്റ്, ദീസ്, ദോസ് മറ്റൊരു ടൈപ്പിൽ പെടും. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രൊനൗൺസ് ഉണ്ട്. അതുകൊണ്ടാണ് എക്സെട്ര എന്ന് ഇട്ടത്. മുഴുവനായിട്ട് ഇവിടെ എഴുതാൻ നിന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മൾ ഓരോ കാറ്റഗറിയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ നെയിംസ് ഒന്ന് നോട്ടിൽ എഴുതിയെടുക്കാം. 10 ടൈപ്പ് പ്രൊനൗൺ ഉണ്ട്. ടോട്ടലി 10 ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് ഉണ്ട്. ഓക്കെ, നിങ്ങളത് നോട്ടിൽ കോപ്പി ചെയ്യുക, എന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ,
നമുക്ക് ഇവരുടെ നെയിംസ് ഒന്ന് പരിചയപ്പെടാം. പേഴ്സണൽ, പൊസസീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ഇന്ററോഗേറ്റീവ്, റിഫ്ലെക്സീവ് അഥവാ എംഫറ്റിക്, ഇങ്ങനെ 2 പേരുകളിൽ ഇവർ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, റിഫ്ലെക്സീവ് പ്രൊനൗൺസ്, എംഫറ്റിക് പ്രൊനൗൺസ് എന്നും പറയാം. റിലേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഇൻഡെഫിനിറ്റ്, റെസിപ്രോക്കൽ ആൻഡ് എക്സ്ക്ലമേറ്ററി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഈ നെയിംസ് ഒന്ന് നോട്ട് ചെയ്യുക എല്ലാവരും. ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പേഴ്സണൽ പ്രൊനൗൺസ് മാത്രമാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കുറച്ച്, അതായത് 2 ക്ലാസ്സുകൾ അല്ലെങ്കിൽ 2-3 ക്ലാസ്സുകൾ വേണ്ടി വരും ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ ഈ ടോപ്പിക്ക് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം നമുക്കിത് പെട്ടെന്ന് ഒരു 1 അവറിൽ പറഞ്ഞു പോകുന്ന ഒരു ടോപ്പിക് അല്ല അത്. നമ്മളിവിടെ അത്രയും ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിപ്പോ നിങ്ങൾ 10th 8th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള കുട്ടികളോട് പ്രത്യേകം പറയാണ്, നിങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ പല സ്കോളർഷിപ്പ് എക്സാംസും പല തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസും നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. 8th സ്റ്റുഡൻസിന്, 8th പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ NMMS എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് എന്നൊരു എക്സാം ഉണ്ട്. ഈ NMMS എക്സാമിന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളായിട്ട് നിങ്ങൾ ഈ വർഷം അത് കഴിഞ്ഞു, ഈ ഒരു ഇയറിൽ അത് കഴിഞ്ഞു. നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ NMMS 8ാം ക്ലാസ്, ഇപ്പൊ 7ൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 8ൽ അല്ലെങ്കിൽ 8ൽ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ അടുത്ത വർഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പ് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് മിസ്സായി പോയത് കൊണ്ട് വിഷമിക്കേണ്ട. ഇനി മുതൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ പറയുന്ന എല്ലാ സ്കോളർഷിപ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ്ലി എല്ലാത്തും ഒരു 95% സ്കോളർഷിപ്സും ഗവൺമെന്റ് സ്കൂൾസിലത്തെ സ്റ്റുഡൻസിനാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള പ്രതിവർഷം നിങ്ങളുടെ ആനുവൽ ഇൻകം 1 lakhൽ കൂടുതൽ പോകാൻ പാടില്ല. 1 ലക്ഷമോ അല്ലെങ്കിൽ അതിൽ കുറവോ ആനുവൽ ഇൻകം ഉള്ള കുടുംബങ്ങളിൽ ഉള്ള കുട്ടികൾക്ക് ഈ എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യാം. ഈ NMMSന് അതാണ് പറയുന്നത്. ഓക്കെ, NMMSന് നിങ്ങളുടെ പ്രതിവർഷം ഇൻകം, ഓക്കെ, അത് 1 lakh അല്ലെങ്കിൽ അതിൽ കുറവോ ആണെങ്കിൽ NMMSന് അപ്ലൈ ചെയ്യും. സോ ഇപ്പൊ 7th പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സായിട്ട്, ഹെഡ് മാസ്റ്ററായിട്ട് ഒന്ന് അതിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള എക്സാംസിലൊക്കെ ഇംഗ്ലീഷ് ഒരു മേജർ സബ്ജക്റ്റ് ആണ്. സോ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അതിൽ നല്ല സ്കോർ കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. +2 കഴിയുന്നത് വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് ഏകദേശം ഒരു 48,000 രൂപയോ മറ്റോ ആണ് കിട്ടുക. അതിന് ഒരു വർഷം 12,000 രൂപ വെച്ചിട്ട് 48,000, ഏകദേശം 50,000ന്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും. വെറുതെ നമ്മളത് മിസ് ചെയ്യണോ? നമുക്ക് നമ്മുടെ പഠനത്തിന് വേണ്ട പൈസ നമുക്ക് ഗവൺമെന്റ് തരാണ്, പിന്നെ നമ്മളത് വെറുതെ മിസ് ചെയ്യണോ? അല്ലേ? നമുക്ക് അത്രയും നമ്മുടെ വീട്ടുകാർക്ക് പാവം അതൊരു എന്താ പറയാ ഒരു ടെൻഷൻ കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന് ഒന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. പേഴ്സണൽ പ്രൊനൗൺസ് ഇവരാണ് പേഴ്സണൽ പ്രൊനൗൺസ്. ഐ, യു, ഹി, ഷീ, ഹിം. ഓക്കെ, ഇതിലൊരു ചെറിയ കറക്ഷൻ, ഒറ്റ മിനിറ്റ് കേട്ടോ. ഐ, യു, വി, ദേ. ഇതൊരു പഴയ PPT ആയിരുന്നു. ഐ, യു, വി, ദേ, ഹി, ഷീ ആൻഡ് ഇറ്റ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് ആൻഡ് ദെം സ്റ്റാൻഡ് ഫോർ പേഴ്സണൽ പ്രൊനൗൺസ്. ഓക്കെ, ഇതിൽ ദെം തൽക്കാലം ഞാൻ ഈ ദെം എന്നുള്ളതും കൂടെ ഒഴിവാക്കുകയാണ്. ഓക്കെ, ദെം നിങ്ങൾ ഇപ്പൊ പഠിച്ചാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആകും. ഓക്കെ, ആൻഡ് ഇറ്റ്. വിസിബിൾ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? സ്ക്രീൻ കാണുന്നല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐ, യു, വി, ദേ, ഹി, ഷീ ആൻഡ് ഇറ്റ് സ്റ്റാൻഡ് ഫോർ പേഴ്സണൽ പ്രൊനൗൺസ്. ഓക്കെ, സോ ഈ പേഴ്സണൽ പ്രൊനൗൺസിനെ തന്നെ നമ്മൾ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കും. അതായത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺ എന്ന് നമ്മൾ 2 രീതിക്ക് നമ്മൾ പഠിക്കും.
ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം പേഴ്സണൽ പ്രൊണൗൺ ഏതൊക്കെയാണ്? ആ 7 എണ്ണമാണ്. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്. ഇവരാണ് പേഴ്സണൽ പ്രൊണൗൺസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് ഇവരെ വെച്ചിട്ട് കുറച്ച് സെന്റൻസസ് എഴുതി ശീലിക്കാം. സെന്റൻസസ് യൂസിങ് പേഴ്സണൽ പ്രൊണൗൺസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ആ 2 ടൈപ്പുകളുടെ പേര് ഇപ്പൊ തൽക്കാലം എഴുതണ്ട. ആ 2 ടൈപ്പ് പേരുകൾ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ എഴുതണ്ട. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഐ വെച്ചിട്ടൊരു സെന്റൻസ് പറയാം. ഓക്കെ, ഐ വെച്ചിട്ട് ഞാനൊരു സെന്റൻസ് പറയാം. ഇങ്ങനെ എഴുതാം അല്ലേ? ഐ ആം എ ഗേൾ. ഞാൻ ഈ സ്ക്രീൻ ഒന്ന് മാറ്റാട്ടോ. ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഹെഡിങ് കൊടുത്തോളൂ, സെന്റൻസസ് യൂസിങ് പേഴ്സണൽ പ്രൊണൗൺസ്. പേഴ്സണൽ പ്രൊണൗണുകൾ ഉപയോഗിച്ചിട്ട് കുറച്ച് സെന്റൻസസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് പറയാം, പക്ഷെ നമ്മൾ ഓരോ പ്രൊണൗണിനും ഒരു 2 എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, ഒരു പ്രൊണൗണിന് 2 എക്സാമ്പിൾസ് വീതം നമുക്ക് പറയാം. ഓക്കെ ഓക്കെ, സോ ഫസ്റ്റ് വൺ ഐയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാനൊന്ന് ഫോണ്ടൊക്കെ വലുതാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്ന സൈസിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഐയിലാണ് ഫസ്റ്റ് വൺ. സോ ഐ എന്നത് വെച്ചിട്ട് എനിക്ക് പറയാം ഐ ആം എ ഗേൾ. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഐയിൽ പറയാണ് ഐ ലൈക്ക് ചോക്ലേറ്റ്സ്. ഓക്കെ, ഐ ലൈക്ക് ചോക്ലേറ്റ്സ്. അതുപോലെ ഐ ആം എ ഗേൾ. അപ്പോൾ ഐയിൽ വെച്ചിട്ട് നമുക്ക് 2 സെന്റൻസ് കിട്ടി. ഇനി യു, അയ്യോ ദേവി, ആ ഓർഡർ ഓർത്താൽ മതി. അയ്യോ ദേവി, ഹി ഷീറ്റ്. അപ്പോൾ ഐ കഴിഞ്ഞാൽ യു. യുവിൽ പറയാം യു ആർ മൈ ഫ്രണ്ട്. നീ എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ നമുക്ക് പറയാം യു ലുക്ക് പ്രെറ്റി. നീ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് അല്ലെങ്കിൽ സുന്ദരനായിട്ടുണ്ട്. യു ലുക്ക് പ്രെറ്റി. സുന്ദരൻ സുന്ദരി അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, ആരാണെങ്കിലും അവർക്ക് പറയാം. പിന്നെ ദേ ആർ മൈ ക്ലാസ്മേറ്റ്സ്. അവരെൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. അതുപോലെ ഐ വെച്ചിട്ട് തുടങ്ങാൻ പറ്റില്ല, ദേ ആണ് അല്ലേ? ഓക്കെ, ദേ ആർ ഗുഡ് സ്റ്റുഡൻസ്. അവർ നല്ല സ്റ്റുഡൻസ് ആണ്. ദേ ആർ ഗുഡ് സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് ഓരോ പ്രൊണൗൺ വെച്ചിട്ടും ഇങ്ങനെ കുറച്ച് സെന്റൻസസ് പറഞ്ഞു ശീലിക്കാം. ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെന്റൻസിലേക്ക് പോവാം. നമുക്ക് ഐ യു ദേ കഴിഞ്ഞു. ഐ യു ദേ, അടുത്തതാരാണ്? വി. ഓക്കെ, എനിക്ക് പറയാം വി സോ യു യെസ്റ്റർഡേ. ഞങ്ങൾ നിന്നെ ഇന്നലെ കണ്ടു. വി സോ യു യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ നിന്നെ കണ്ടു. അതുപോലെ we want to visit our teacher. ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചറെ കാണണം. we want to visit our teacher. അപ്പോൾ we want to എന്ന് പറഞ്ഞാൽ കാണണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഐ യു ദേ വി കഴിഞ്ഞു. ഇനി ഹി ഷീ ഇറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹീയിൽ പറയാം he is my brother. അവൻ എൻ്റെ ബ്രദറാണ്.
അതുപോലെ ഹി ഈസ് മൈ ഫാദർ, അതെന്റെ അച്ഛനാണ്. അല്ലെങ്കിൽ വേണ്ട, ഒരേപോലെ ഉണ്ടല്ലോ അല്ലെ, ഹി ഈസ് മൈ ബ്രദർ അങ്ങനെ പറയും. ഹി ലൈക്സ് കോഫി, അവന് കോഫി ഇഷ്ടമാണ് അങ്ങനെ പറയാം. കോഫി ഓർ ടീ ഏത് വേണമെങ്കിലും പറയാം. ഓക്കെ. ഐ യു ദേവി ഹി ഷീ, അടുത്തത് ഷീല് ഷീ കുക്സ് ബിരിയാണി, ഷീ കുക്സ് ബിരിയാണി, അവള് ബിരിയാണി കുക്ക് ചെയ്യും. പിന്നെ പറയാം ഷീ ഈസ് മൈ കസിൻ, അവൾ എൻ്റെ കസിൻ ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹി ലൈക്സ് ഷീ കുക്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതായത് ഹി ഷീ ഒക്കെ സിംഗുലർ അല്ലേ, അതായത് വൺ ആണ്, സിംഗുലർ ആണ്, ഏകവചനമാണ്. അതുകൊണ്ടാണ് അവിടെ കുക്ക് എന്നുള്ളത് കുക്സ് എന്നായിട്ട് മാറുന്നത്, ലൈക്ക് എന്നുള്ളത് ലൈക്സ് എന്നായിട്ട് മാറുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രൊണൗൺ സിംഗുലർ ആവുന്ന സമയത്ത് വെർബ് എന്താവുന്നു, സിംഗുലർ ആവുന്നു. നമ്മൾ സാധാരണ നൗണുകളുടെ കൂടെ ഒക്കെ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുത്താൽ പ്ലൂറൽ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ വേർബിന് അങ്ങനെയല്ല, നമ്മൾ എസ് ആഡ് ചെയ്യുമ്പോൾ വെർബ് സിംഗുലർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മറ്റേ റൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ ഐ യു ദേവി ഹി ഷീ ഇറ്റ്, ഇട്ടിൽ ഇപ്പൊ പറയാം ഇറ്റ് ഈസ് മൈ ബുക്ക്, ഇത് എൻ്റെ ബുക്കാണ്. പിന്നെ ഇറ്റ് ഈസ് മൈ, അത് വേണ്ട, ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ ടെയിൽ. ഇവിടെ ഇട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ അതിനെ ഹീ ഷീ എന്നൊന്നും വിളിക്കില്ലല്ലോ, ഇട്ട് എന്നല്ലേ പറയൂ, അത് എന്നായിരിക്കും നമ്മൾ പറയാം. അപ്പോൾ അതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടെയിൽ ഉണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മുടെ ഡോഗ് ക്യാറ്റൊക്കെ നമുക്ക് ജെൻഡർ അറിയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ മലയാളത്തിൽ ഇപ്പൊ ഒരു സിനിമ വന്നിരുന്നു, കണ്ടിരുന്നോ, വാലാട്ടി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ? നിങ്ങൾ ടീസർ പ്രോമോ ഒക്കെ മറ്റും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതില് ഒരു മെയിൽ ഡോഗ് ഉണ്ട്, ഫീമെയിൽ ഡോഗ്സും ഉണ്ട് അതില്. അപ്പൊ അങ്ങനെ നമുക്ക് ജെൻഡർ അറിയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് പറയാം. അല്ലാത്ത പക്ഷെ നമുക്ക് ഇറ്റ്, അത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ പേഴ്സണൽ പ്രൊണൗൺസ്, പേഴ്സണൽ പ്രൊണൗൺസും അതിന്റെ എക്സാമ്പിൾസ്. അപ്പോ ഇവിടെ നമുക്ക് ഈ പറയുന്ന പേഴ്സണൽ പ്രൊണൗൺസ് ഐ യു വി ദേ ഹി ഷീ ഇറ്റ്, ഇവരെല്ലാവരും സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നത്. നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, സ്റ്റാർട്ടിങ് സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ തന്നെ ഇവർ വരുന്നു. ഐ യു ദേ വി ഹി ഷീ ഇറ്റ്. ചില പേഴ്സണൽ പ്രൊണൗൺസ് ഉണ്ട്, അവർ സ്റ്റാർട്ടിങ്ങിൽ വരില്ല, മിഡിലിൽ വരും അല്ലെങ്കിൽ എൻഡിൽ വരും. ഓക്കെ, അതുകൊണ്ട് ഈ പറയുന്ന പേഴ്സണൽ പ്രൊണൗൺസിനെ നമുക്ക് എന്ത് പറയാ അറിയോ, ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺസ്. അതായത് നമുക്ക് പേഴ്സണൽ പ്രൊണൗൺസിൽ വീണ്ടും രണ്ട് കാറ്റഗറി ഉണ്ട്, സബ്ജക്റ്റീവ് എന്നും ഓബ്ജക്റ്റീവ് എന്നും. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഐ യു ദേവി ഹി ഷീ ഇറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺസ് ആണ്. ഇവരൊക്കെ സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, സബ്ജക്റ്റിന്റെ സ്ഥാനത്തിൽ വരുന്നു. സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ പ്ലേസിൽ വരുന്നു. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഒന്നില് ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആളുകളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. ഒരു നൗൺ ആവാട്ടോ, നൗൺസും വരാം, പ്രൊണൗൺസും ആവാം, നൗൺസും ആവാം. ഇനി നമ്മൾ നോക്കുന്നത് ഓബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺസ് എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞുതരാം. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അവര് ഓബ്ജക്റ്റിന്റെ സ്ഥാനത്തായിരിക്കും വരിക, ഒരിക്കലും ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ അവർ വരില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം, പേഴ്സണൽ പ്രൊണൗൺസ് സച്ച് ആസ് ഐ യു വി ദേ ഹി ഷീ ഇറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. ഇവിടെ തന്നെ നമ്മൾ വീണ്ടും സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നു, സീമ ആൻഡ് സോമ ആർ ടു ഫ്രണ്ട്സ്. ഹി ലൈക്സ് ഹെർ വെരി മച്ച്, ഷീ ഈസ് ഓൾസോ വെരി ഫോണ്ട് ഓഫ് ഹിം. അപ്പൊ ഇവിടെ ഹെർ ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആളുകളെ നോക്കിയില്ലേ, ഹിം, ഹിസ്, ഹെർ, ദം, അവർ, അസ്, ദയർ, ഇവരൊക്കെയാണ് ഓബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത കിട്ടാൻ ഇങ്ങനെ നോക്കാം, ഇവരാണ് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക.
ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവ് പ്രൊണൗൺ എന്ന് പറയുമ്പോൾ തന്നെ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺസ് എന്ന് പറയുമ്പോൾ തന്നെ മീ, യു, ഹിം, ഹെർ, ഇറ്റ്, അസ്, ദം ഇവരാണ്. ഇതിൽ നമുക്ക് യു എന്ന് പറയുന്നത് പേഴ്സണൽ ആയിരിക്കും, സബ്ജക്റ്റീവും ആണ് ഒബ്ജക്റ്റീവും ആണ്. കാരണം നമുക്ക് യു വെച്ചിട്ട് സെന്റൻസ് തുടങ്ങുകയും ചെയ്യാം, യുവിൽ സെന്റൻസ് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇപ്പൊ യു ആർ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ യു സബ്ജക്റ്റിന്റെ സ്ഥലത്താണ് വരുന്നത്. പക്ഷെ ഐ കോൾഡ് യു അല്ലെങ്കിൽ ഐ സ്പോക്ക് ടു യു, ഞാൻ നിന്നെ വിളിച്ചു, നിന്നോട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവിടെ യു സബ്ജക്ട് ഒരു സെന്റൻസിന്റെ എൻഡിലാണ് വരുന്നത്. അപ്പോൾ സെന്റൻസിന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് യു ഉപയോഗിക്കാം. ഇംഗ്ലീഷിൽ യു ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, എവിടെ വേണമെങ്കിലും യുവിന് സ്ഥാനം കിട്ടും, എവിടെ പോയാലും യുവിന് ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് യു നമ്മൾ സബ്ജക്റ്റീവ് പ്രൊണൗൺ ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് പ്രൊണൗൺ ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇട്ടിന്റെ കാര്യം അതേപോലെ തന്നെ. നമുക്ക് ഇട്ട് വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ നോക്കി, ഇട്ട് വെച്ചിട്ട് നമുക്ക് സെന്റൻസസ് എൻഡ് ചെയ്തൂടെ? എന്താണ്, ലുക്ക് അറ്റ് ഇറ്റ്, അതിനെ നോക്കൂ. അതുപോലെ ഐ ആസ്ഡ് പറ്റില്ല. ഓക്കെ, ഐ ഗോട്ട് എ പ്രൂഫ് ഓഫ് ഇറ്റ്, എനിക്ക് അതിന്റെ ഒരു തെളിവ് കിട്ടി. ഐ ഗോട്ട് എ പ്രൂഫ് ഓഫ് ഇറ്റ്. അതുപോലെ ദിസ് ഈസ് ഹൗ ഐ മെയ്ഡ് ഇറ്റ്. അപ്പൊ ഇറ്റിൽ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് സെന്റൻസസ്. അതുകൊണ്ട് ഇറ്റ് നമുക്ക് സബ്ജക്റ്റീവുമാണ് ഒബ്ജക്റ്റീവുമാണ്. ഇപ്പൊ യുവും ഇറ്റും ഇങ്ങനെ രണ്ട് റോളും കളിക്കുന്നുണ്ട്. അതല്ലാണ്ട് വരുന്നവരൊക്കെ വെറും ഒബ്ജക്റ്റീവാണ്. മീ എന്ന് പറഞ്ഞാൽ എന്നോട്. മീ എന്ന് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും സെന്റൻസ് തുടങ്ങാറുണ്ടോ ഇംഗ്ലീഷില്? മീയിൽ സെന്റൻസ് തുടങ്ങി കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹിമ്മില് തുടങ്ങി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹേറിൽ കണ്ടിട്ടുണ്ടാവും. ഹെർ നെയിം ഈസ് പൂജ, ഹെർ നെയിം ഈസ് ഗീത. അങ്ങനെ ഹേറിൽ തുടങ്ങും. ചില കേസസിൽ നമുക്ക് ചിലത് രണ്ടുമാണ്, ഒബ്ജക്റ്റീവാണ് സബ്ജക്റ്റീവാണ്. പക്ഷെ ചിലത് അങ്ങനെയല്ല. അസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങളുടെ. അതൊക്കെ നമുക്ക് ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ വരില്ല. അതുപോലെ ദം എന്ന് വെച്ചാൽ എന്താണ്? അവരോട് എന്ന് പറയുന്നതൊന്നും ഒരിക്കലും തുടങ്ങില്ലല്ലോ. ദേന്ന് തുടങ്ങും, ദം എന്ന് ഒരിക്കലും തുടങ്ങില്ല. ഇതാണ് അതിന്റെ ഡിഫറൻസ്. അതുകൊണ്ടാണ് സിംഗുലർ പ്ലൂറൽ നോക്കി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി വരുന്നത് നമുക്ക് സബ്ജക്റ്റീവിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഐ, യു, ഹി, ഷീ, ഇറ്റ് ഇവരൊക്കെ സിംഗുലർ സബ്ജക്റ്റീവ് ആണ്. ഇതും കൂടെ നോട്ട് ചെയ്യാം. ഇതിൽ ഞാൻ ഹെറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഐ, യു, ഹി, ഷീ, ഇറ്റ്, ഹെർ. ഹെർ വരും, ഹിസ് വരും. ഹിസ്സും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ വീണ്ടും സ്ക്രീന് ചെറുതാക്കുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഹിസ് അവരൊക്കെ സിംഗുലർ സബ്ജക്റ്റീവ് ആണ്. കാരണം സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കാണപ്പെടുന്ന പ്രൊണൗൺസ്. വി, യു, ദേ ഇവർ മൂന്ന് പേരും മാത്രം പ്ലൂറലിൽ വരുന്നു, പ്ലൂറൽ സബ്ജക്ട്സ് ആയിട്ട് വരുന്നു. മറ്റുള്ളവർ മുകളിലുള്ളവരെല്ലാം സിംഗുലർ സബ്ജക്ട്സ് ആണ്. യു എന്തുകൊണ്ടാ സിംഗുലറിലും പ്ലൂറലിലും വന്നതെന്ന് ആലോചിച്ചോ? യു രണ്ടിലും കോമൺ ആയിട്ടുണ്ടല്ലോ, സിംഗുലറും ആണ് പ്ലൂറലും ആണ്. യു നമ്മള് ചില സമയങ്ങളിൽ നിങ്ങളെല്ലാവരും എന്നൊക്കെ നമ്മൾ പറയില്ലേ, നിങ്ങൾ ആരും പഠിച്ചില്ല, നിങ്ങൾ ആരും വന്നില്ല എന്നൊക്കെ പറയില്ലേ. അപ്പൊ അവിടെ നമുക്ക് യു പ്ലൂറൽ അല്ലേ. അതുകൊണ്ടാണ് അവിടെ യു സിംഗുലറും ആണ് പ്ലൂറലും ആണ്. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് മക്കളെ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നിങ്ങൾക്കൊക്കെ എപ്പോഴാണ് എക്സാം? മാർച്ചിലാണോ ആനുവൽ എക്സാം? മാർച്ചിലായിരിക്കും അല്ലേ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അടുത്തത് നമ്മൾ രണ്ടാമത്തെ ഒരു ടൈപ്പ് നോക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പൊസസീവ് പ്രൊണൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ പൊസസീവ് പ്രൊണൗൺസ് എന്ന് പറയുന്നവര്
പൊസഷൻ എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക. പൊസസ് ചെയ്യുക അല്ലെങ്കിൽ പൊസഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളൊന്ന് സ്വന്തമാക്കുക എന്നാണ് അർത്ഥം. ഇപ്പോ എനിക്കൊരു വീടുണ്ട് എന്ന് ഞാൻ പറയാണ്. അപ്പൊ ഐ ഹാവ് എ ഹൗസ് എന്നാണല്ലോ നമ്മൾ പറയാം. ഐ ഹാവ് എ ഹൗസ്. ഈ ഹാവ് എന്ന വാക്കിന് പകരം എനിക്ക് പൊസസ് എന്ന് പറയും. പൊസസ്, ഐ പൊസസ് എ ഹൗസ്. അങ്ങനെ വെച്ചാൽ എനിക്കൊരു വീടുണ്ട്. ഐ പൊസസ് എ കാർ, എനിക്കൊരു കാർ ഉണ്ട്. ഐ പൊസസ് എ വില്ല, എനിക്കൊരു വില്ലയുണ്ട്. വില്ല എന്ന് വെച്ചാൽ കുറച്ച് വലിയ വീട്, ബംഗ്ലാവ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പറയാം. ഐ പൊസസ് 2 ഹൗസസ്, എനിക്ക് 2 വീടുകളുണ്ട്. അപ്പൊ പൊതുവെ പൊസസ് എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും ഒന്ന് നമ്മളെ കൈവശം വെക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് വെക്കുക. അപ്പൊ പൊസസീവ് നൗൺസ് എന്ന് വെച്ചാൽ പൊസസീവ് പ്രൊനൗൺസ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മുടേതോ, നമ്മുടേത്, അവൻ്റേത്, അവളുടേത്, അവരുടേത്, ഞങ്ങളുടേത് എന്നൊക്കെ നമ്മൾ പറയാൻ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസിനെയാണ് പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. പൊസസീവ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്, നമ്മുടെ സ്വന്തം. നമ്മൾ ചിലപ്പോൾ പറയും, വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത കുട്ടി ആദ്യത്തെ കുട്ടിക്ക് കുറെ സ്നേഹം കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനോട് കുറച്ച് സ്നേഹം കൂടുതൽ ചിലപ്പോൾ പേരൻസിന് തോന്നും. ആ സമയത്ത് ഈ വലിയ കുട്ടി ഉണ്ടല്ലോ, അതിന് കുറച്ച് ദേഷ്യമൊക്കെ ചില സമയത്ത് കാണാം. ഈ ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടത്. അത് ഇവർക്ക് എന്താണ്, ഈ ചെറിയ കുട്ടീനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ചില കുട്ടികൾക്ക്, എല്ലാവർക്കും അല്ല, ചില കുട്ടികൾക്ക് ഒരിത്, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ഇപ്പൊ തീരെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ അടിയുണ്ടാകും. പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് ഇത് ചെയ്യാം. അനിയത്തിമാരാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും കാണുന്നതാണ്. അപ്പൊ നമ്മൾ പറയും, അവൻ ഭയങ്കര പൊസസീവ് ആണ്. പൊസസീവ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ, അവന് വേറെ ആരും, അതായത് അവനെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ, വേറെ ആർക്കും സ്നേഹം കൊടുക്കരുത്. അങ്ങനെ ഒരു ഇത് വരുന്നതാണ്. അത് കുട്ടി ചെറിയ പ്രായത്തിൽ വരുന്നതാണ്. കുട്ടിക്കാലം കഴിയുമ്പോൾ പിന്നെ അവർക്ക് മനസ്സിലാവും. ഓക്കെ, സോ അതാണ് ഈ പൊസസീവ് എന്ന വാക്കിന്റെ അർത്ഥം, നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പൊസസീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആകെ നമുക്ക് 6 പൊസസീവ് പ്രൊനൗൺസേ ഉള്ളൂ, 6 ഉള്ളൂ. മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ് ആൻഡ് theirs. ആദ്യം ആ ഡെഫിനേഷൻ എഴുതിയെടുക്കാം, എന്നിട്ട് ഇതിന്റെ മലയാളം മീനിങ് പറയാം. മൈൻ എന്ന് വെച്ചാൽ എൻ്റെ, മൈൻ എന്ന് പറയില്ലേ, അത് തന്നെയാണ് മൈൻ. ദിസ് ബുക്ക് ഈസ് മൈൻ, ദിസ് പെൻ ഈസ് മൈൻ, ദിസ് കാർ ഈസ് മൈൻ, ഇത് എന്റേതാണ്. ഓക്കെ, പിന്നെ അതുപോലെ അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേത്. ദിസ് ഇസ് അവേഴ്സ്, ഇത് ഞങ്ങളുടേതാണ്. അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേത്. യുവേഴ്സ്, നിങ്ങളുടേത്. നിങ്ങളുടേത്. പിന്നെ ഹിസ് എന്ന് വെച്ചാൽ അവൻ്റെത്. ഹേഴ്സ്, അവളുടേത്. ദിസ് പൗച്ച് അല്ലെങ്കിൽ ദിസ് പേഴ്സ് ഈസ് ഹേഴ്സ്. ദിസ് ബാഗ് ഈസ് ഹേഴ്സ്, ഇത് അവളുടെ ബാഗാണ്. അങ്ങനെ theirs എന്ന് വെച്ചാൽ അവരുടേതാണ്. ഇറ്റ് ഈസ് the computer is theirs, don't touch it. ഈ കമ്പ്യൂട്ടർ അവരുടേതാണ്, don't touch it, പോയി തൊടരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മീനിങ്സും ഡെഫിനേഷനും എഴുതി കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് ഉണ്ട്, ചെറിയൊരു 2 ലൈൻസേ ഉള്ളൂ. പാസേജ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ബിജിത്ത് ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ബിജിത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. സത്യൻ ആൻഡ് ശ്യാം ആർ മൈ കസിൻസ്. സത്യനും ശ്യാമും എൻ്റെ കസിൻസ് ആണ്. വി കം ടു സ്കൂൾ ടുഗെദർ ബൈ കാർ.
The car is theirs. The car അവരുടേതാണ്. അപ്പോൾ ഇവിടെ ഇൻ ദിസ് പാസേജ് മൈൻ ആൻഡ് theirs ഈ രണ്ട് വേർഡ്സും പൊസസീവ് പ്രൊണൗൺസ് ആണ്. ബിക്കോസ് ഇത് രണ്ടും ഈ മൈനും theirsഉം രണ്ട് പൊസഷൻസ് ആണ് കാണിക്കുന്നത്. ഒന്ന് ബിജിത്ത് എൻ്റെ ഫ്രണ്ടാണ് എന്നുള്ള ഒരു പൊസഷൻ. ബിജിത്ത് ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ബിജിത്ത് എൻ്റെ സുഹൃത്താണ്. അപ്പൊ എൻ്റെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ പൊസഷൻ ആണ്. അതേപോലെ ആൻഡ് ദ കാർ ഇസ് ദ പൊസഷൻ ഓഫ് ബോത്ത് കസിൻസ് സത്യൻ ആൻഡ് ശ്യാം. കാർ theirs അവരുടേത്. ആരാണ് ഈ അവർ? ആരാണ് ഈ അവർ? സത്യനും ശ്യാമുമാണ്. സോ അവരുടെ കാർ എന്ന് പറയുമ്പോൾ അവിടെ theirs എന്നതുകൊണ്ടാണ് വരുന്നത്. theirs എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ രണ്ട് കസിൻസിനെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പൊസസീവ് പ്രൊണൗൺസ് എന്ന് പറയുന്നത്. സോ ആ മൈനും theirsഉം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇതും കൂടെ നമുക്ക് നോക്കിയിട്ട് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ പൊസസീവ് പ്രൊണൗൺസ്. ഓക്കെ, ഇവിടെ നമുക്ക് പൊസസീവ് പ്രൊണൗൺസും ഉണ്ട്, മറ്റേതും കൂടുതൽ പൊസസീവ് പ്രൊണൗൺസ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എടുക്കുക. ഇത് നിങ്ങൾ നോട്ടിൽ നോട്ട് ചെയ്യാം. ഇതിന്റെ ആൻസേഴ്സ് തൽക്കാലം ഞാൻ ഇപ്പൊ പറയുന്നില്ല, നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കും. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇതൊരു ലെറ്റർ ആണ്.
എഴുതിയതാണോ? കംപ്ലീറ്റ് ചെയ്തോ? യെസ്, പുത്തൂർ സ്റ്റുഡൻസ് കംപ്ലീറ്റ് ചെയ്തോ? ജസ്റ്റ് ഒരു തംസ് അപ്പ് തരൂ. കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ ഒരു തംസ് അപ്പ് തരൂ. ചെയ്തു. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പൊ ഇതൊരു സിമ്പിൾ ലെറ്റർ ആണ്. നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്യണം. ഓക്കെ, ചെയ്തു. ഓക്കെ ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഡിയർ സുപ്രിയ, സുപ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു ലെറ്റർ ആണ് എഴുതുന്നത്. ഡിയർ സുപ്രിയ, താങ്ക് dash for inviting dash to your birthday next Sunday. A friend of dash is going to visit dash next week. Is it okay if I bring dash friend to your party? Dash, I am sure dash will have lots of fun on dash birthday. Have you invited that cousin? Invite ചെയ്യാന്ന് വെച്ചാൽ ക്ഷണിക്കുക കേട്ടോ. Have you invited that cousin of dash who plays the guitar? Guitar വായിക്കുന്ന ആ cousin. I would love to listen to dash guitar. എനിക്ക് ആ ഗിറ്റാർ കേൾക്കാൻ കൊതിയാവുന്നു, അല്ലെങ്കിൽ ഇഷ്ടമാണ്. I am really looking forward to this party of dash. Looking forward എന്ന് വെച്ചാൽ ഞാൻ കാത്തിരിക്കുകയാണ്, ആ പാർട്ടിയിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ്. വിത്ത് ലവ്, സംയുക്ത. സംയുക്ത സുപ്രിയയ്ക്ക് എഴുതുന്ന ലെറ്റർ ആണിത്. ഓക്കെ, ഇതില് നിങ്ങൾ ഈ ആന്റിസിഡന്റ് സുപ്രിയ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റിൽ പഠിച്ചല്ലോ, ഏത് നൗണിനെയാണോ പ്രൊണൗൺ റീപ്ലേസ് ചെയ്യുന്നത് ആ നൗണിനെ നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയും. സോ ഇവിടെ സുപ്രിയ എന്ന് പറയുന്നതിന് പകരം നമ്മൾ വേറൊരു നൗണ് യൂസ് ചെയ്യും, താങ്ക് കഴിഞ്ഞിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ എന്താ ആൻസർ വരാനുള്ളത്, താങ്ക് ഡാഷ്. അപ്പോൾ ആ നമ്മൾ യൂസ് ചെയ്യുന്ന ആ പ്രൊണൗണ് സുപ്രിയക്ക് പകരം ആയതുകൊണ്ട് അവിടുത്തെ ആന്റിസിഡന്റ് സുപ്രിയയാണ്. ഇതാരാണ് ഫ്രണ്ടിൽ ഒരാൾ കിടന്നുറങ്ങുന്നതോ? ഉറങ്ങാണോ എഴുതാണോ? ശിവദാസ് അല്ലേ ഇത്? എനിക്കറിയാം. ഓക്കെ, നോട്ട് ചെയ്തോളൂ, ഫുൾ ആയിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വിട്ടു പോകുമ്പോൾ നമുക്കത് മീനിങ്സ് എന്തെങ്കിലുമൊക്കെ കിട്ടില്ല. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ നോട്ട് ചെയ്യാം. നമുക്ക് 5 മിനിറ്റും കൂടെ ടൈം ഉണ്ട്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസ് ആണ് നമ്മുടെ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇത്, അത്, ഇതെല്ലാം, അതെല്ലാം. ഇവരെ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസ് എന്നാണ് പറയുക. കാരണം നമ്മളൊരു സാധനത്തെ ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസ് ഏതൊക്കെയാണ്? ദിസ്, ദാറ്റ്, ദീസ് ആൻഡ് ദോസ്. അപ്പൊ നിങ്ങൾ ആ ഡെഫിനേഷൻ എഴുതി വെച്ചാൽ മതി. താഴെയുള്ള പാരഗ്രാഫ് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക, നോട്ടിലേക്ക് വെറുതെ എഴുതണം എന്നില്ല. ഓക്കെ, അവിടുത്തെ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്നിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് അവിടെ വരുന്നത് എന്ന്. Demonstrative pronouns such as this, that, these and those are used to point out specific things they refer to. എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു സാധനം, പ്രത്യേകം ഒരാളെ ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ഈ പ്രൊനൗൺസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നിങ്ങൾ വേഗം ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ,
ഓക്കെ, സോ എഴുതിയെടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ആ പാസേജിൽ നമുക്ക് 4 ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസും യൂസ് ചെയ്തിട്ടുണ്ട്. ദീസ് ഉണ്ട്, പിന്നെ ദാറ്റ് ഉണ്ട്, വീണ്ടും ദീസ് ഉണ്ട്, ദിസ് ഉണ്ട്, ദോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദിസും ദാറ്റും സിംഗുലർ ആണ്. ദിസ് ആൻഡ് ദാറ്റ് സിംഗുലർ എഴുതി വെക്കൂ. ദിസ് കോമ ദാറ്റ് ഇത് രണ്ടും സിംഗുലർ ആണ്. ഇത് അത് അങ്ങനെ വെച്ചാൽ അത് സിംഗുലർ ആണ്. ദിസ് ആൻഡ് ദാറ്റ്. അതേപോലെ ദീസും ദോസും പ്ലൂറൽസ് ആണ്. കുറെ എണ്ണം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ദീസും ദോസും പറയുള്ളൂ. അത് രണ്ടും പ്ലൂറൽ ആണ്. ഓക്കെ, ഫൈൻ. കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? ഷോലയൂർ, പുത്തൂർ കഴിഞ്ഞു. ഷോലയൂർ കഴിഞ്ഞോ? ഓക്കെ, കംപ്ലീറ്റഡ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കപ്പോ നെക്സ്റ്റ് ക്ലാസ് മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എടുത്തത് വരെയുള്ളത് നല്ലോണം തറവായിട്ട് റീഡ് ചെയ്യുക. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ് നോക്കുക. ഓക്കെ, ടാറ്റാ. ഞാൻ കഴിക്കൂ. എല്ലാരും പിന്നെ നല്ലോണം ഫുഡ് കഴിക്കൂ വീട്ടിൽ പോയിട്ട്. ഓക്കെ, ബൈ ബൈ. മണികണ്ഠൻ ആരാണ്? മണികണ്ഠൻ എവിടെ? എനിക്ക് കാണില്ലല്ലോ. പോയി ഓടി കഴിച്ചില്ലേ അല്ലേ? ക്ലാസ് കഴിയാൻ കാത്തിരിക്കായിരുന്നു തോന്നുന്നു എനിക്ക്. ഓക്കെ ഓക്കെ മക്കളെ, കാണാം. നെക്സ്റ്റ് വീക്ക് കാണാം. ഗേൾസ് ബൈ ബൈ. Oh